Swandam Unni Mukundan and Suri sir, along with Aishwarya, Lakshmi, Swastika and Hisham Abdul Wahab. So let's give a very big round of applause to all the stars here. And yes, please, let's give some way for all the stars. And May 16th വേൾഡ് വൈഡ് റിലീസ് ആവാൻ പോകുന്ന ഈ ഒരു മൂവിയുടെ പ്രസ് മീറ്റിനാണ് നമ്മൾ എല്ലാവരും എത്തിച്ചേർന്നത്. സോ ടു ഓൾ ദ മീഡിയ പീപ്പിൾ എ ബിഗ് താങ്ക് യു ഫോർ ബീയിങ് ഹിയർ. നോട്ട് ജസ്റ്റ് an actor who started off with some doing odd jobs in the set, maybe നമ്മൾ ബിഹൈൻഡ് ദ സീൻസിൽ ഒരിക്കലും കാണാത്ത പല പല ജോലികളും ചെയ്ത് who always wanted to come on screen, come in front of the screen. പിന്നീട് കുറെ നാൾ he waited for so many years and finally there came a movie called Vennila Kabadikulu, and in just a very single role that changed the entire thing. So അതിനുശേഷം പിന്നീട് ഈ കോമഡി റോൾസിൽ നിന്നും he is not just a comedy actor, an actor with depth. The story of this movie is by Suri sir. So can we have on stage the one and only, the man behind Mom, and none other than Mr. Suri sir. Welcome sir. Please be seated. Vanakkam. All right. And very recently, maybe around a week back, I saw the movie Hi Nana, and I was like, it was a very heart-touching movie. Thank you so much for the music, because you just lifted up the entire movie. So very big round of applause to Hisham Abdul Wahab, and please welcome him, sir. Da ivada choikkunnunde itra ullu kayidina. Can we make some noise for Hisham? All right. Nadil Todani to the very fierce Kumari, and then to some blockbuster hits of Ponniyin Selvan, and now you have been here with us. So നമ്മുടെ മലയാളികളുടെ എല്ലാ സ്നേഹവും എടുത്തുകൊണ്ട് let's invite the very charming, the very beautiful Aishwarya Lakshmi. Yes, കയ്യടി. Aishwarya is telling ഇത്ര കയ്യടി മതിയെന്ന്. ഇത്ര കയ്യടി മതിയോ? Okay. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടിയാണ്. എനിക്ക് പുള്ളിയോടുള്ള താല്പര്യം എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എൻ്റെ മാർക്കുമായിട്ട് പിന്നെ അങ്ങനെ സിനിമ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ റിലീസിന് സംബന്ധമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ സിനിമ എങ്ങനെ പ്രൊമോട്ട് ചെയ്യണമെന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ഹിന്ദിയിൽ റിലീസായി, മലയാളത്തിൽ റിലീസായി. പെട്ടെന്ന് ഒരു ദിവസം എനിക്കൊരു വലിയൊരു വീഡിയോ മെസ്സേജ് വരികയാണ്. സൂരി സാറ് എനിക്ക് തമിഴിൽ സിനിമ റിലീസാവുന്ന സമയത്ത് ഞാൻ വിളിച്ചിട്ടുമില്ല, ഞാൻ ആവശ്യപ്പെട്ടിട്ടുമില്ല. എന്നാലും പുള്ളി സമയത്ത് എനിക്കൊരു മെസ്സേജ് അയച്ചത് എൻ്റെ അനിയൻ്റെ ഒരു സിനിമ തമിഴിൽ റിലീസാവാണ്, ഈ സിനിമ നിങ്ങളെല്ലാവരും പോയി കാണണമെന്ന് சொல்ல முடியாது. ബിക്കോസ് എൻ്റെ ലൈഫിൽ അങ്ങനെ അവരാരും ചെയ്തിട്ടില്ല. ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ യാരും എനിക്കാകെ അപ്പടി പണ്ടത്തില്ല ഇതുവരിക്കും നിങ്ങൾ പണ്ടെങ്കിൽ നിങ്ങളത് ചെയ്ത്. അപ്പോൾ അത് നമുക്ക് മറക്കാൻ പറ്റില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ സിനിമ ഭീകരമായി ഹിറ്റാവണമെന്ന് ഞാൻ ഭയങ്കര ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞു തന്നത് இந்த படம் பெரிய ഹിറ്റാകണം. അത് എന്താണെന്ന് വെച്ചാൽ യു ആർ ജെന്യുവൻലി എ വെരി ഗുഡ് ഗൈ ആൻഡ് യു ഡിസർവ് ആൾ தி சக்ஸஸ். அண்ட் இந்த கதை உங்களோட லைஃப் ஸ்டோரி, லைஃப்பில் நடக்கிற விஷயம் கேட்கும்போது நார்மலாக ஒரு லைஃப்பில் உள்ள பிரச்சனை வராது சார். உங்களோட லைஃப்பில் ரொம்ப பிரச்சனை யூ ஹவ் ஃபேஸ்ட் அ லாட் ஆஃப் ப்ராப்ளம்ஸ் அண்ட் யூ ஹவ் பிகம் வெரி சக்ஸஸ்ஃபுல். எனக்கு சில விஷயங்கள் பர்சனல் விஷயங்கள் எனக்கு தெரியும். அது கேட்டு ஐ ஹவ் பீன் வெரி இன்ஸ்பயர்ட். ஸோ உங்களோட சக்ஸஸ் நான் எதிர்பார்க்குறேன். And wish you all the very best. Okay. Thank you. Thank you, Nisheda. And over to Aishwarya. So Aishwarya ഇവിടെ ഇരിക്കുന്ന സമയത്ത് I think, okay, so do you want me to ask to Hisham sir? Yeah. So can you just, okay. So Hisham ഏട്ടാ, അപ്പോൾ ഹിഷാം ഏട്ടൻ്റെ ഓരോ സിനിമയിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു മ്യൂസിക്കാണ് ആ ഒരു എൻറ്റയർ മൂവിനെ ലിസ്റ്റപ്പ് ചെയ്യുന്നത്. But can you just share how was that process? ഇപ്പോൾ ഒരു ഇമോഷൻ, ഒരു സീൻ റെപ്രസെന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സീൻ പറഞ്ഞതിന് ശേഷം അതിലേക്ക് ആ ഒരു മ്യൂസിക്കിലേക്ക് സാർ എങ്ങനെയാണ് എത്തുന്നത്? വാട്ട് ഈസ് ദാറ്റ് മാജിക്? ആദ്യമായിട്ട് എല്ലാവർക്കും നമസ്കാരം. ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നൊരു ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു കാര്യമാണ് തമിഴിലൊരു സിനിമ ചെയ്ത് അതിൻ്റെ ഒരു പ്രൊമോഷൻ ഇവിടെ സൂരി സാർ എത്തുകയും നമുക്കത് റെപ്രസെൻറ്റ് ചെയ്ത് അവരെ വെൽക്കം ചെയ്ത് ഇവിടെ വന്നിരിക്കുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. സോ താങ്ക് യു സർ ഫോർ കമ്മിങ് ടു കേരള ടു പ്രൊമോട്ട് ദിസ് ഫിലിം. അതുപോലെ തന്നെ എനിക്ക് അവസരം ഇപ്പോഴാണ് കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ ലൈഫിൽ എപ്പോഴും നമ്മൾ ഇംഗ്ലീഷ് ഫിലിംസ്
ഒരുപാട് കണ്ട് വളർന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ ഞാനും വൈഫും ഈ അടുത്ത് റിലീസ് ചെയ്ത ഒരു ഫിലിം, ആ ഫിലിം ഫസ്റ്റ് ഡേ തന്നെ പോയി കാണുന്നുണ്ടായിരുന്നു. കാരണം ട്രെയിലർ കണ്ടു കഴിഞ്ഞിട്ട് ഐ വാസ് മൈൻഡ് ബ്ലോൺ. ട്രെയിലർ കഴിഞ്ഞിട്ട് തിയേറ്ററിൽ പോയി കണ്ട്, ഇൻ്റർവെൽ കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിൻ്റെ ഏറ്റവും ലാസ്റ്റ് ക്ലൈമാക്സ് പോർഷൻ ഉണ്ട്. ആ പോർഷൻ കാണുന്ന സമയത്ത് ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, എവറിത്തിങ് ഈസ് ഗോയിങ് ടു ബി ചേഞ്ചിങ് ആഫ്റ്റർ ദിസ് ഫിലിം, ആൻഡ് ദാറ്റ് വാസ് മാർക്കോ. ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ഐ അണ്ടർസ്റ്റുഡ് ഇത്രയും ഇൻ്റർനാഷണൽ ലെവലിൽ ഈ സിനിമ പ്ലേസ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. കൺഗ്രാറ്റ്സ് ചേട്ടാ, കൺഗ്രാറ്റ്സ്. താങ്ക് യു ഫോർ കമ്മിങ് ടു ബ്ലെസ് ഓൾ ഓഫ് us ഇൻ ദിസ് ഒക്കേഷൻ. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് മാമൻ ഫിലിമിൽ ഭാഗമാകാൻ കഴിഞ്ഞതിൽ. ഒരുപാട് സന്തോഷം. ഇതെൻ്റെ ഫസ്റ്റ് റിലീസാണ് തമിഴിൽ, അതുകൊണ്ട് ഒരുപാട് സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നും വേണം. ആൻഡ് താങ്ക് യു സൂരി സർ ഫോർ ഹാവിങ് മീ ഓൺ ബോർഡ്. എൻ്റെ പ്രൊഡ്യൂസർ കുമാർ, ഡയറക്ടർ പ്രശാന്ത് സർ, എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. മറ്റ് ഐശ്വര്യയും സ്വാസികയോടൊപ്പം തന്നെ എനിക്ക് ഇതിൻ്റെ അകത്ത് മ്യൂസിക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഇതൊരു കംപ്ലീറ്റ് ഫാമിലി ഫിലിമായിരിക്കും. എല്ലാവർക്കും, കുട്ടികളോടൊപ്പം ഫാമിലി എല്ലാവർക്കും വന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. ഭയങ്കര റൂട്ടഡ് ട്രഡീഷണൽ ആയിട്ടുള്ളൊരു സിനിമയായിരിക്കും. ഒരുപാട് ഫാമിലി റിലേഷൻഷിപ്സും വാല്യൂസിനൊക്കെ ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന ഒരു സിനിമയായിരിക്കും. എനിക്കും അത് ഭയങ്കര പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ഐ എം ഓൾസോ ലുക്കിംഗ് ഫോർവേഡ് ഫോർ 16th. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുന്നു. താങ്ക് യു. Thank you, Shameta. Thank you so much. Yes, I have actually heard in your recent interviews that you have been telling this Maman the story. You actually got the story from some real life experiences and some societal issues. So, would you love to share? എല്ലാവർക്കും നമസ്കാരം. സുഖമാണോ? 2 lines, மார்னிங்லேருந்து ஈவினிங் வரைக்கும் 2 lines தான். ஸோ நெக்ஸ்ட் டைம் ஒரு 4 lines ஐ வில் ட்ரை. சாரி, வெரி வெரி சாரி. மலையாளம் அறியிಲ್ಲ, இஷ்டமல்ல. இங்கிலீஷும் கொஞ்சம் இல்லை. ஸோ ஃபாஸ்ட் ட்ரெயின் போடுற மாதிரி டாக்கி ஃபுல் ஃபாஸ்ட்டு. ஸோ நான் கேட்ச் பண்ண ட்ரை பண்ண முடியலை. ஃபாஸ்ட். ஓகே சார். சாரி. இட்ஸ் ஓகே சார். உங்களுக்காக நான் தமிழ்ல சொல்றேன். ஆனா எனக்கு தமிழ் இது மட்டும் தான் தெரியும். and I think everybody will help me to okay, translate. my brother. ஆமா, ஓகே. நீங்க ஓகே. my brother ட்ராமாட்டிக் பண்ணிடுறாரு. ஓகே. இந்த கதை வந்து ஃபர்ஸ்ட் ஓன் ஸ்டோரி தான். ஓன் ஸ்டோரியை விட தமிழ் ஃபேமிலி, ஸோ எல்லாத்துலேயுமே இருக்கிற கரண்ட்டில் இருக்கிற ஒரு ஸ்டோரி தான் இது. ஸோ கூடுதலாக எக்ஸ்ட்ரா மை ஃபேமிலி இது இருக்குது. ஸோ அதுதான் நான் இதை லாஸ்ட் ஒரு 1.5 years நான் இந்த ஸ்டோரி பண்ணேன். என்னோட ஆல்ரெடி ஃபஸ்ட்டு மூவி ஸ்டோரி ஹீரோவாக விடுதலை நீங்கள் எல்லோரும் பார்த்துருப்பீங்க. அப்புறம் கருடன் நீங்கள் பார்த்துருப்பீங்க. மை ஹீரோ அப்படி தான் சொல்லுது எனக்கு. ஸோ நீங்கள் எல்லோரும் பார்த்துருப்பீங்க. அதுக்கப்புறம் ஒரு ஃபிலிம் ஃபெஸ்டிவலுக்கான மூவி, அவார்டு மூவி கொட்டுக்காளி பார்த்துருப்பீங்க. ஸோ இந்த 3 படமே வேறு ஜேர்னலில் இருக்கும். ஸோ இப்போ நெக்ஸ்ட் மூவி பண்ணுறப்ப எனக்கு ஒரு ஃபேமிலி மூவி பண்ண நல்லாயிருக்கும் அப்படின்னு நான் எதிர்பார்த்துட்டு இருந்தேன். பட் எனக்கு இந்த அதர் சைடு நிறையா ஸ்கிரிப்ட் வந்துச்சு. பட் எனக்கு நான் எதிர்பார்க்கும் போது கொஞ்சம் நல்லா இருந்துச்சு, பட் எனக்கு கொஞ்சம் கம்மியாக இருந்துச்சு. அப்போ அது என்கிட்ட ஒரு ஃபேமிலி ஸ்கிரிப்ட் இருந்துச்சு. ஸோ இந்த டைரக்டர் சார் என்கிட்ட ப்ரொடியூசர் மூலமாக என்கிட்ட வந்தாங்க. அவங்க ஸ்டோரி சொன்னாங்க. ஓகே, பட் நல்லா இருக்கு ஒரு ஸ்டோரி, பட் எனக்கு கொஞ்சம் கம்மியாக இருந்துச்சு. அப்போ ப்ரொடியூசர் சொன்னார், ஆல்ரெடி சூரி சார்ட்ட ஒரு ஸ்டோரி இருக்குது, ப்ளீஸ் நீங்கள் கேளுங்க அப்படின்ற மாதிரி சொன்னாங்க. நான் ஸ்டோரி சொன்னேன். அவர் பிரசாந்த் டேரக்டர் ரொம்ப பிடிச்சி போச்சு. என்னென்னா எல்லார் லைஃப்லேயுமே இருக்குது. கொஞ்சம் மை ஃபேமிலியில் என்ன கொஞ்சம் எமோஷ்னலான சில விஷயங்கள் எல்லாம் இருக்குது. அப்போ நான் ஸ்டோரி சொன்னோன்னே டைரக்டர் சொன்னார், ஆனால் தேங்க்யூ, இது யுவர் ஃபேமிலி ஸ்டோரி மட்டும் இல்லை, நிறைய எல்லார் ஃபேமிலியிலும் இது இருக்குது, இது ரொம்ப நல்லா இருக்கும், இந்த ஸ்டோரி பண்ணலாம் அப்படின்னு சொன்னாங்க. உடனே நான் அப்படி தான் இந்த மூவி ஸ்டார்ட் ஆச்சு. Thank you so much, sir. So ഇനി the floor is now open for സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെല്ലാവരും എത്തിച്ചേർന്നത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് തമിഴിലൊരു സിനിമ ചെയ്യാൻ പോയത്. ഗരുഡൻ, അവിടുത്തെ നായകൻ സൂരി സാറായിരുന്നു. എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ, ഞാൻ ഡെഫിനറ്റ്ലി ഇപ്പം എൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ വലിയൊരു സിനിമാ പാരമ്പര്യം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കഷ്ടപ്പെട്ട് നമുക്ക് മുന്നോട്ട് വരാൻ ദൈവം അവസരം തന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു
നമ്മുടെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് നമ്മളൊരു സ്ഥലത്ത് എത്തിക്കുകയാണ്. സോ ഐ വാസ് വെരി താങ്ക്ഫുൾ ടു ഗോഡ്. അങ്ങനെ നല്ലൊരു സിനിമ തിരിച്ച് തമിഴിൽ ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ദുരൈ സെന്തിൽ എന്ന് പറഞ്ഞ ഡയറക്ടർ എന്നെ മീറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു സിനിമ ഉണ്ടെന്ന് സംസാരിച്ചു. ലൊക്കേഷനിൽ പോയിട്ടാണ് ഞാൻ സാറിനെ പരിചയപ്പെടുന്നത് നേരിട്ട്. ഐ ഹാവ് ഓൾവേസ് ബീൻ യുവർ ബിഗ് ഫാൻ. എന്നാ ഐ ടെൽ യു വൈ. ബിക്കോസ് ഈ ആൾക്കാരെ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സാർ ഞാൻ சொல்றது புரியுது உங்களுக்கு? ഇറ്റ്സ് എ ബിഗ് തിങ്. ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഹ്യൂമറസ് കഥാപാത്രങ്ങൾ ചെയ്യുക, എല്ലാവരെയും ടച്ച് ചെയ്ത് അവരുടെ ലൈഫിൽ ഒരു സന്തോഷം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ഫ്രം ദെയർ വാട്ട് ഐ അണ്ടർസ്റ്റുഡ് ഇസ് ദാറ്റ് പുള്ളിയുടെ ജീവിതത്തിൽ തന്നെ അതൊരു ഭയങ്കര ഇൻസ്പയറിങ് ലൈഫാണ്. നിങ്ങൾ ഷൂട്ടിൻ്റെ ഇടയിൽ കുറച്ച് നേരം ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ സാറിനെ കുറിച്ച് അറിയാൻ സാധിച്ചു. ആൻഡ് ഇഫ് യു ജസ്റ്റ് ഗോ ബൈ ആ ജീവിതത്തെക്കുറിച്ച് നോക്കുമ്പോൾ ദ വേ ഹിയേഴ്സ് എന്താ പറയുക, ഒരു സഹനടൻ തൊട്ട് ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് ഇന്ന് ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഡെലിവറിങ് ബാക്ക് ടു ബാക്ക് സൂപ്പർ ഹിറ്റ്സ്, ഇത്രയും വലിയൊരു സ്റ്റാർ പദവിയിലേക്ക് കയറി സൂപ്പർ സ്റ്റാർ ലെവലിൽ നിൽക്കുന്ന ഒരു നടനെ മാറിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ സിനിമ മാമൻ എന്നൊരു സിനിമയുടെ പ്രത്യേകത എനിക്ക് തോന്നുന്നത് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ കഥ സാറിൻ്റെ ആണ്. കൺഗ്രാജുലേഷൻ സാർ, ഇതൊരു വലിയൊരു സ്വിച്ച് ആണ്. ഐ എം ലുക്കിംഗ് ഫോർവേഡ്. ഇനി പതിയെ പതിയെ വേറെ പല വേഷങ്ങളിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകും. ഐ ഹാവ് എ ഫീലിംഗ് ദാറ്റ് വ്യക്തിപരമായിട്ട് ഈസ് എ വെരി എന്താ പറയുക, ഹംബിൾ ആൻഡ് ദ മോസ്റ്റ് സ്വീറ്റസ്റ്റ് പേഴ്സൺ ദാറ്റ് ഐ ഹവ് മെറ്റ്. ഈ ക്യാരക്ടർ ഇത്രയും ഭംഗിയായിട്ട് ഇനി വേറൊരാൾക്ക് ചെയ്യാൻ പറ്റില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഐ തിങ്ക് ഉങ്ങളോட പേഴ്സണാലിറ്റി இந்த ക്യാരക്ടർ കണ്ടിപ്പാக இருக்கும். ആൻഡ് കറക്റ്റ് ആണ് സാർ. സോ സിനിമ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഞാനൊരു ട്രെയിലറും ഒരു പാട്ടും ഞാൻ ഇതിനെ കണ്ടിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഹാസ് ബീൻ ഫാന്റാസ്റ്റിക്. സിനിമയിൽ ഐശ്വര്യ ഉണ്ട്, അതുപോലെ സ്വാസിക, യേശാം, നോക്കാൻ പോയാൽ നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ എല്ലാവരും ഈ സിനിമയിലുണ്ട്. കേരളത്തിൽ എന്തായാലും ഈ സിനിമ നമ്മുടെ ഇൻഡസ്ട്രിയുടെ പുറത്തുള്ള ആൾക്കാർ എല്ലാവരും ഈ സിനിമ കാണണം. ബിക്കോസ് നോട്ട് ഓൺലി ഇറ്റ്സ് ജസ്റ്റ് എ തമിഴ് ഫിലിം, ഇറ്റ് ഈസ് ആസ് ഈക്വലി ഈസ് എ മലയാളം ഫിലിം എന്നെ സംബന്ധിച്ച്. ബിക്കോസ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ പല ലാംഗ്വേജിൽ അഭിനയിക്കുന്നുണ്ട്. സോ ഈ സിനിമ ഗംഭീര വിജയമാവുമെന്ന് എൻ്റെ വിശ്വാസമുണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ ഇതൊരു ആക്ഷൻ സിനിമ കിടയാത്. ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഒരു ഭയങ്കരമായൊരു ഫാമിലി ഇമോഷൻസും അതേപോലെ തന്നെ റിലേഷൻഷിപ്പിനെ ടച്ച് ചെയ്യുന്ന നല്ലൊരു കുടുംബചിത്രമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അപ്പോൾ ഫാമിലീസ് ഡെഫിനറ്റ്ലി യൂത്ത് എല്ലാവരും പോയി കാണണം. ബട്ട് ഐ ഓൾസോ ഫീൽ ദാറ്റ് ഫാമിലി ഓഡിയൻസിന് കൂടുതലും ഈ സിനിമ കണ്ടാൽ കുറച്ചും കൂടി നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ സിനിമയ്ക്കും ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, കുമാർ സാർക്കും, നമ്മുടെ ഗരുഡൻ ടീം കഴിഞ്ഞ ആഴ്ച ഇവിടെ ടൂറിസ്റ്റ് ഫാമിലി ആയിട്ട് ശശികുമാർ സാർ വന്നാറ് സാർ. സോ അവർക്കും ഫ്രം കേരള ദേ ഗോട്ട് എ വെരി ഗുഡ് റെസ്പോൺസ് ആൻഡ് ഐ എം വിഷിംഗ് യു ദ സെയിം ഫോർ ദി എൻറ്റയർ ടീം ഓഫ് മാമൻ. ആൻഡ് താങ്ക് യു ഫോർ ഹാവിങ് മീ ഹിയർ. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ വർഷങ്ങൾക്കപ്പുറത്ത് തമിഴിലൊരു സിനിമ ചെയ്യാൻ പോയപ്പോൾ സാർ ഞാൻ ആഫ്റ്റർ 13 years நான் தமிழில் ஒரு படம் நடிச்சேன். I had a great time. Now, I'm willing to looking forward to work with you. Thank you so much for having me here. Ellavida Ashamsagal. That's my best wishes to Aishwarya also. Looking forward to working with you also in Malayalam and for you also. Yeah, Tamil. Thank you so much. Thank you.